Dear students, we shall continue our discussions on different kinds of resolutions. The first two kinds of resolutions, that is ordinary resolutions, then second special resolutions, we had already discussed in our previous video. And in this video we shall discuss resolutions requiring special notice and resolutions by postal ballot. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള റെസൊല്യൂഷൻസ് ആണുള്ളത്. ഒന്ന് ഓർഡിനറി റെസൊല്യൂഷൻസ് which can be passed by simple majority. Then second one is special resolutions that requires 3/4 support. 4/3 പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് പാസ്സാക്കാൻ പറ്റുകയുള്ളൂ. Then the third type of resolution is resolutions requiring special notice. Sometimes the members of a company wish to move a resolution at the company's meeting. For this purpose, they are required to give a special notice. ഒരു മെമ്പേഴ്സ് ഒരു പ്രത്യേക കാര്യം പോയിന്റ് ഔട്ട് ചെയ്യാൻ ഒരു റെസൊല്യൂഷൻ കമ്പനി മീറ്റിങ്ങിൽ മൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇക്കാര്യം കാണിച്ചുകൊണ്ട് കമ്പനിക്ക് മുൻകൂട്ടി അവർ നോട്ടീസ് കൊടുക്കണം. Then for this purpose, they are required to give a special notice of their intention to make a resolution at the general meeting in accordance with the provisions of the Companies Act or the Companies Articles. The notice of the intention to move such a resolution shall be given to the company by such number of members, holding not less than 1% of the total voting power or holding shares on which such aggregate sum not exceeding 5 lakh rupees. ഇപ്പോൾ എന്താ ഒരു 1% വോട്ടിംഗ് റൈറ്റോ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയിൽ കവിയാത്ത ഷെയർ ഹോൾഡിങ്സോ ഉള്ള മെമ്പേഴ്സ് ആവശ്യപ്പെട്ടാൽ ഒരു കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ് കമ്പനി കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ റെസൊല്യൂഷൻസ് റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. ഇത് സെക്ഷൻ 115 ഇതിൻ്റെ പ്രൊവിഷൻസ് കൊടുത്തിരിക്കുന്ന കമ്പനീസ് ആക്ടിൻ്റെ. നമ്മളടുത്തായിട്ട് റെസൊല്യൂഷൻസ് ബൈ പോസ്റ്റൽ ബാലറ്റ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. പോസ്റ്റൽ ബാലറ്റ് കൊണ്ട് പാസ്സാക്കപ്പെടേണ്ട അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് ദാറ്റ് റിക്വയർസ് പോസ്റ്റൽ ബാലറ്റ് അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് ബൈ പോസ്റ്റൽ ബാലറ്റ്. Then the next point is applicability of the provisions of meetings to one-person company. ഒരു 1-person കമ്പനിയുടെ ഫോർമേഷൻ 2013 കമ്പനീസ് ആക്ടിൽ അനുവദിച്ചിട്ടുണ്ട്. ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ കമ്പനി ഫോമിൽ രജിസ്റ്റർ ചെയ്യുന്നു, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുന്ന കമ്പനികൾക്ക് ഒരൊറ്റ ഷെയർ ഹോൾഡറേ ഉള്ളൂ. പക്ഷെ ഒരു കമ്പനി ഫോമിൻ്റെ എല്ലാ ബെനഫിറ്റ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആ 1-person കമ്പനിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 1-person കമ്പനിയായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് a sole tradership, a single individual is registering as a 1-person company. So it should be noted that the provisions on meeting of companies are not applicable to a 1-person company. സാധാരണഗതിയിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളുടെ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഒന്നും തന്നെ 1-person കമ്പനിയുടെ മീറ്റിങ്ങുമായിട്ട് അതിന് റിലവൻസ് ഇല്ല. For the purpose of transacting any business which is required to be transacted, a general meeting of the company by means of an ordinary or special resolution, it shall be sufficient if in case of 1-person company, the resolution is communicated by the member of the company and entered in the minutes book required to be maintained in the company. ഇപ്പോൾ റെസൊല്യൂഷൻ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി പാസ്സാക്കേണ്ട കാര്യമില്ല. ആ 1-person തന്നെ ഒരു റെസൊല്യൂഷനായിട്ട് കമ്പനിയുടെ ബുക്കിൽ അത് എൻ്റർ ചെയ്താൽ മതി. ദ റെസൊല്യൂഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദി മെമ്പർ ടു ദി കമ്പനി. മെമ്പർ കമ്പനിയെ ഈ റെസൊല്യൂഷൻ അറിയിക്കുക, അതിനുശേഷം അത് മിനിറ്റ്സ് ബുക്കിൽ ഈ കാര്യം റെക്കോർഡ് ചെയ്യുക. അതോടുകൂടി റെസൊല്യൂഷൻ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെടുന്നു. ഇറ്റ് ഷാൽ ബി സൈൻഡ് ആൻഡ് ഡേറ്റഡ് ബൈ ദി മെമ്പർ ആൻഡ് സച്ച് ഡേറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി ദി ഡേറ്റ് ഓഫ് മീറ്റിംഗ് ഫോർ ഓൾ ദി പർപ്പസസ് അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ഏത് ദിവസമാണോ ഈ ഡേറ്റ് ഈ സൈൻ ചെയ്യുകയും ഡേറ്റ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ഒരു 1-person കമ്പനിയിൽ ആ മെമ്പർ ഏത് ഡേറ്റിൽ സൈൻ ചെയ്തിരിക്കുന്നു അതിൻ്റെ ഡേറ്റ് എന്നാണോ അതായിരിക്കും ഈ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കുന്ന ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്.
ഇതൊരു ജനറൽ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസാണ്. ഇതുപോലെ തന്നെ ബോർഡ് മീറ്റിങ്ങുകളും ഒരൊറ്റ സിംഗിൾ ഇൻഡിവിജ്വൽ മെമ്പർ റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നതായിട്ട് കമ്പനിയെ അറിയിക്കുന്നു, മിനിറ്റ്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു, ആ ഡേറ്റിലും അല്ലെങ്കിൽ ആ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കുന്നതായിട്ടും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടും കണക്കാക്കപ്പെടുന്നു. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ആപ്ലിക്കബിലിറ്റി ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് മീറ്റിംഗ് ടു വൺ പേഴ്സൺ കമ്പനി സെക്ഷൻ 122 കൊടുത്തിരിക്കുന്നത്. ദെൻ ബുക്സ് ഓഫ് അക്കൗണ്ട് സെക്ഷൻ 128. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഒരു കമ്പനി എന്തൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അത് ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ട പ്ലേസ് ഏതാണ്, അങ്ങനെ കുറേയേറെ കാര്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിൽ വരുന്നത്. പ്രോപ്പർലി മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട് റിവീൽസ് ദി ഹെൽപ്പ് ഓഫ് കമ്പനി. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഹെൽത്തും അതിൻ്റെ ഒരു സ്റ്റാറ്റസും ഒക്കെ റിവീൽ ചെയ്യുന്നത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ബുക്കുകളാണ്. Shareholders who invest in a company do not enjoy direct control over affairs. Company law permits them to know the status of their investment through various means. ഒരു ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ ഇൻറ്റേർണൽ അഫയേഴ്സിലോ അല്ലെങ്കിൽ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിലോ ഒന്നും ഇടപെടാനുള്ള ഒരു റൈറ്റ് ഇല്ല. പക്ഷെ ഒരു മെമ്പേഴ്സിന് കമ്പനിയെക്കുറിച്ച് അറിയാൻ പല മാർഗങ്ങളും കമ്പനി നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പനി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. One such provision is the mandatory requirement for the upkeep of proper books of account. ഇതിലെ ഒരു റിക്വയർമെൻ്റാണ് കമ്പനീസ് ആക്ട് പ്രകാരം എല്ലാ കമ്പനികളും കൃത്യമായിട്ട് അതിൻ്റെ അക്കൗണ്ട് ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻക്ലൂഡ്സ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഓൾ സംസ് ഓഫ് മണി റിസീവ്ഡ് ആൻഡ് എക്സ്പെൻഡഡ് ബൈ എ കമ്പനി ആൻഡ് മാറ്റേഴ്സ് ഇൻ റിലേഷൻ ടു വിച്ച് ദി റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ടേക്ക് പ്ലേസ്. ഇപ്പം കമ്പനി റിസീവ് ചെയ്യുന്ന എല്ലാ പണവും പേയ്മെൻറ്റ് നടത്തുന്ന എല്ലാ പണവുമായിട്ടുള്ളൊരു റെക്കോർഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ, എല്ലാ റെസിപ്റ്റും എല്ലാ എക്സ്പെൻഡിച്ചറും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ട് ബുക്കുകൾ കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ദെൻ അടുത്തതായിട്ട് എന്താണ്, ഓൾ ദി സെയിൽസ് ആൻഡ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ദി കമ്പനി ഷാൽ ബി റെക്കോർഡഡ് ഇൻ ദി അക്കൗണ്ട് ബുക്സ്. The assets and liabilities of the company should be properly maintained and recorded, and the items of cost as may be prescribed under section 148 in case of company which belongs to any class or company specified under this section 2 subsection 13. പ്രധാനമായിട്ടും എന്താണ്, ഈ 4 റൂൾസാണ് അല്ലെങ്കിൽ 4 പ്രൊവിഷൻസാണ് അക്കൗണ്ട് ബുക്കുകളുടെ മെയിൻ്റെനൻസുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനീസ് ആക്ടിൽ കൊടുത്തിരിക്കുന്നത്. Then next is rules regarding maintaining of books of account. അക്കൗണ്ടുകൾ അല്ലെങ്കിൽ അക്കൗണ്ട് ബുക്കുകളുടെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട റൂൾസ് എന്തൊക്കെയാണ്? ഇതിൽ പ്രധാനമായിട്ട് ഒരു 8 പോയിന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റൂൾസ് റിഗാർഡിംഗ് മെയിൻറ്റെയിനിങ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. 1 is true and fair view of the state of affairs. ഒരു കമ്പനിയുടെ അക്കൗണ്ട് ബുക്കുകൾ ആ കമ്പനിയുടെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് വെളിപ്പെടുത്തിയിരിക്കണം. The books of accounts should reveal a true and fair view of the state of affairs of the company, including that of its branch office or offices if any. അപ്പം അതിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ മാത്രമല്ല ബ്രാഞ്ച് ഓഫീസുകളുടെയും ഒരു ട്രൂ ആൻഡ് ഫെയർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് മുക്കായിട്ടൊക്കെ പറയുന്നത് തന്നെയാണ്. ഇപ്പം കമ്പനിയുടെ അക്കൗണ്ട് ബുക്കുകൾ എല്ലായ്പ്പോഴും എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി കമ്പനി ഷുഡ് ബി എക്സിബിറ്റഡ്. Then second one is manner of keeping books. The books of account should be kept on the accrual basis and according to double entry system of accounting. The കമ്പനിയുടെ അക്കൗണ്ട് ബുക്കുകൾ അക്രൂവൽ ബേസിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ വേണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഡബിൾ എൻട്രി എല്ലാ ട്രാൻസാക്ഷൻസും കൃത്യമായിട്ട് അതിൻ്റെ 2 ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്തിരിക്കണം. അതുപോലെ ഒരു അക്രൂവൽ ബേസിസിലാണ് ഏതെങ്കിലും ഒരു ഇൻകമോ എക്സ്പെൻസോ അതിൻ്റെ റെസിപ്റ്റ് ഡേറ്റോ പേയ്മെൻറ്റ് ഡേറ്റോ ഡ്യൂ ആകുമ്പോൾ ഇൻകമായിട്ടും എക്സ്പെൻസുമായിട്ടും കണക്കിലെടുക്കും. അവിടെ അതിൻ്റെ ഒരു ആക്ച്വൽ റെസിപ്റ്റോ പേയ്മെൻറ്റോ അല്ല, അതിൻ്റെ കിട്ടാനുള്ള ഡേറ്റായോ കൊടുക്കാനുള്ള ടൈമായോ അത് ഇൻകമായിട്ടും എക്സ്പെൻസുമായിട്ടും കണക്കാക്കും. അതാണ് ഈ അക്രൂവൽ ബേസിസ്. ദെൻ പ്ലേസ് ഓഫ് കീപ്പിംഗ് ഓഫ് ബുക്സ്. എവറി കമ്പനി ഷാൽ പ്രിപ്പയർ ആൻഡ് കീപ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് അതർ റിലവൻറ്റ് ബുക്സ് ആൻഡ് പേപ്പേഴ്സ് അറ്റ് ഇറ്റ് രജിസ്റ്റേർഡ് ഓഫീസ്. ഇപ്പം എല്ലാ കമ്പനികളും അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടും വൗച്ചേഴ്സും മറ്റ് റിലവൻറ്റ് ഡോക്യുമെൻസും കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്.
The books and other documents can be kept in another place provided the board of directors takes such a decision and communicate the address of the place through a notice to the registrar within 7 days of the decision. വേണമെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് തീരുമാനമെടുത്ത് ഹെഡ് ഓഫീസിലല്ലാതെ മറ്റൊരു പ്ലേസിൽ ഈ അക്കൗണ്ട് ബുക്കുകളും റിലവൻറ്റ് ഡോക്യുമെൻസും എല്ലാം സൂക്ഷിക്കാം. ഇതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു തീരുമാനമെടുക്കുകയും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്ന വിവരം രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ തീരുമാനമെടുത്ത് 7 ദിവസത്തിനകം അറിയിക്കുകയും ചെയ്തിരിക്കണം. സാധാരണഗതിയിൽ കമ്പനികൾ അവയുടെ അക്കൗണ്ട് ബുക്കുകളും മറ്റ് റിലവൻറ്റ് ഡോക്യുമെൻസുകളും വൗച്ചേഴ്സും എല്ലാം സൂക്ഷിക്കുന്നത് കമ്പനിയുടെ ഹെഡ് ഓഫീസിലായിരിക്കും. ദെൻ ബുക്സ് ഇൻ ദി ഇലക്ട്രോണിക് ഫോം. ദി 2013 ആക്ട് പെർമിറ്റ്സ് ദി കീപ്പിംഗ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഇൻ ദി ഇലക്ട്രോണിക് ഫോം. 2013 ആക്ട് വന്നതോടുകൂടി ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഒരു കമ്പനിക്ക് അതിൻ്റെ അക്കൗണ്ട് ബുക്കുകളും ലെഡ്ജേഴ്സും മറ്റ് ഡോക്യുമെൻറ്റുകളും സൂക്ഷിക്കാം. ആസ് ഓഫ് നൈറ്റ് ഈസ് ഓപ്ഷണൽ ആൻഡ് ഡീറ്റെയിൽ റൂൾസ് ആർ പ്രൊവൈഡ് ഇൻ ദി കമ്പനീസ് ആക്ട്. ഈ അക്കൗണ്ട് റൂൾസ് 2013 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അറ്റ് പ്രസൻറ്റ് ഈസ് ഓപ്ഷണൽ. കമ്പനികൾക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ നമ്മളെന്താണ് ഫിസിക്കൽ ഫോമിൽ തന്നെ അക്കൗണ്ട് ബുക്കുകളിൽ റെക്കോർഡ് ചെയ്യുന്നു. Then the fifth point is books of account in respect of branch offices. ഇപ്പം ബ്രാഞ്ച് ഓഫീസുകളുടെ അക്കൗണ്ട് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊവിഷനാണ്. If there are any branches for a company in India or outside, such branch shall also keep the books of account regarding the transactions effected in that branch, in that office itself, in the same manner as specified in case of registered office of the company. ഒരു കമ്പനിക്ക് ഇന്ത്യക്കുള്ളിലോ ഇന്ത്യക്ക് വെളിയിലോ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസിലെ അക്കൗണ്ട് ബുക്കുകളും മറ്റ് ഡോക്യുമെൻസും സൂക്ഷിക്കുന്നത് പോലെ തന്നെ എല്ലാ ബ്രാഞ്ചുകളിലും അതിൻ്റേതായ അക്കൗണ്ട്സും മറ്റ് റിലവൻറ്റ് ഡോക്യുമെൻറ്റുകളും സൂക്ഷിച്ചിരിക്കണം. ദെൻ ഇതോടൊപ്പം തന്നെ സമ്മറൈസ് റിട്ടേൺ ഷാൽ ബി പ്രിപ്പയർഡ് ബൈ സച്ച് ബ്രാഞ്ചസ് and it shall be sent to the registered office at quarterly intervals for the purpose of inspection by the directors. എന്താണ് ഈ അക്കൗണ്ടുകളുടെ അല്ലെങ്കിൽ ബ്രാഞ്ചുകളിൽ സൂക്ഷിക്കുന്ന അക്കൗണ്ട് ബുക്കുകളുടെ സമ്മറൈസ് റെക്കോർഡ്സ്, ചുരുക്കത്തിലുള്ള സമ്മറൈസ് റെക്കോർഡ്സ് ഓരോ 4 മാസവും കൂടുമ്പോൾ ഹെഡ് ഓഫീസിൽ അയക്കുകയും അത് ഡയറക്ടേഴ്സ് അത് ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്യണം. ഇത് ബ്രാഞ്ചുകളുടെ അക്കൗണ്ട് മെയിൻ്റനൻസുമായിട്ടുള്ള പ്രൊവിഷനാണ്. ദെൻ 6ാമത്തെ പോയിന്റ്, ഇൻസ്പെക്ഷൻ ബൈ ഡയറക്ടേഴ്സ്. Any director of a company has a right to inspect the books of account and other books and papers maintained in the registered office and such other place in India during business hours. ഡയറക്ടേഴ്സിന് എപ്പോൾ വേണമെങ്കിൽ ഹെഡ് ഓഫീസിലോ മറ്റ് ബ്രാഞ്ചുകളിലോ സൂക്ഷിച്ചിരിക്കുന്ന അക്കൗണ്ട് ബുക്കുകളും മറ്റ് റെക്കോർഡ്സും പരിശോധിക്കാവുന്നതാണ്. സബ്ജക്റ്റ് ടു ദി ഇൻസ്പെക്ഷൻ ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന് എപ്പോൾ വേണമെങ്കിലും ഓഫീസ് ഹവേഴ്സിൽ എപ്പോൾ വേണമെങ്കിലും ഹെഡ് ഓഫീസിലോ മറ്റ് ബ്രാഞ്ചുകളിലുള്ള അക്കൗണ്ട് ബുക്കുകളും റിലവൻറ്റ് ഡോക്യുമെൻസും ഇൻസ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ സബ്ജക്റ്റ് ടു ദി കണ്ടീഷൻ സ്പെസിഫൈഡ് ബൈ ദി ആക്ട്, കോപ്പീസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ relating to such information meant outside India shall also be made available for the inspection by the director. ഔട്ട്സൈഡ് ഇന്ത്യക്ക് വെളിയിലുള്ള ബ്രാഞ്ചുകളാണെങ്കിൽ സ്ഥാപനങ്ങളാണെങ്കിലും അവയും ഡയറക്ടേഴ്സിൻ്റെ ഇൻസ്പെക്ഷന് വിധേയമാണ്. However, inspection relating to any subsidiary company shall be done only by the persons authorized in this behalf by a resolution passed by the board of directors. ഇനി സബ്സിഡിയറി കമ്പനികളാണെങ്കിൽ അവയുടെ അക്കൗണ്ട് ബുക്കുകളും റിലവൻറ്റ് ഡോക്യുമെൻറ്റും ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓതറൈസ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിന് റൈറ്റ് ഉള്ളൂ. അത് സബ്സിഡിയറി കമ്പനികളെ സംബന്ധിച്ചിടത്തോളമാണ്. മറ്റ് കേസിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എപ്പോൾ വേണമെങ്കിലും ഒരു ബോർഡ് മെമ്പർക്ക് എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ട് ബുക്കുകളും റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സും ഇൻസ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അസിസ്റ്റൻസ് ഇൻ ഇൻസ്പെക്ഷൻ. വെൻ an inspection is conducted by the director or directors, the officers and employees of the company shall give the person making such inspection all assistance in connection with the inspection. ഇപ്പം ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മറ്റാളുകളോ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ആ കമ്പനിയിലെ എല്ലാ ഓഫീസേഴ്സും എംപ്ലോയീസും ആവശ്യമായ സഹകരണവും ഹെൽപ്പും ചെയ്തിരിക്കണം. അതാണ് അസിസ്റ്റൻസ് ഇൻ ഇൻസ്പെക്ഷൻ. ദെൻ ഡ്യൂറേഷൻ ഓഫ് അപ്കീപ്പ് ഓഫ് ബുക്സ്. A company is bound to keep the books of accounts for a period of not less than 8 financial years immediately preceding the financial year. ചുരുങ്ങിയത് 8 സാമ്പത്തിക വർഷമെങ്കിലും ഒരു കറണ്ട് ഫിനാൻഷ്യൽ ഇയറിന് തൊട്ട് മുമ്പുള്ള 8 ഫിനാൻഷ്യൽ ഇയറിലെ അക്കൗണ്ട് ബുക്കുകൾ കമ്പനി അതിൻ്റെ ഹെഡ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കണം.
8 വർഷം കഴിയുമ്പോൾ വേണം ഇത് ഡിസ്പോസ് ചെയ്യാം. ദി വൗച്ചേഴ്സ് റിലവൻറ്റ് ടു എനി എൻട്രി ഇൻ സച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട് ഷാൽ ഓൾസോ ബി കെപ്റ്റ് ഇൻ ഗുഡ് ഓർഡർ. ഈ അക്കൗണ്ട് ബുക്കുകളിലെ ഓരോ എൻട്രിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വൗച്ചേഴ്സ്, documentary evidence in support of an entry made in an account book, that is a voucher. Vouchers also shall be kept in order and in good condition. ഇത്രയും എന്താ ഈ പറഞ്ഞിരിക്കുന്ന 8 പോയിന്റുകൾ റൂൾസ് റിഗാർഡിംഗ് മെയിൻറ്റെയിനിങ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ദെൻ ആനുവൽ റിട്ടേൺ, that is given in section 92. Companies Act 2013 mandates every company to prepare an annual return in the prescribed form containing the particulars as they stood on the close of the financial year. The following particulars need to be included in the return. എല്ലാ കമ്പനികൾക്കും എന്താണ് 2013 ആക്ട് പ്രകാരം it's mandatory for every company to prepare an annual return in the prescribed form containing the particulars as they stood at the close of the financial year. അപ്പോൾ എന്താ ഒരു ആനുവൽ റിട്ടേൺ അത് തയ്യാറാക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ആ ഫോർമാറ്റിൽ ആവശ്യമായ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി എല്ലാ കമ്പനികളും ആനുവൽ റിട്ടേൺ സെക്ഷൻ 92 പ്രകാരം പ്രിപ്പയർ ചെയ്തിരിക്കണം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വാട്ട് ഓൾ particulars should be included in the return? A. The registered office of the company, principal business activities, particulars holding subsidiary and associate companies. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും എവിടെയാണ്, കമ്പനി രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്, എൻ്റെ പ്രിൻസിപ്പൽ ബിസിനസ് ആക്ടിവിറ്റി എന്താണ്, ഇനി ഹോൾഡിംഗ് കമ്പനിയാണോ, സബ്സിഡറി കമ്പനിയാണോ, അസോസിയേറ്റ് കമ്പനികളുണ്ടോ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആനുവൽ റിട്ടേണിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ ബി ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, ഇറ്റ്സ് ഇൻഡെപ്റ്റഡ്നെസ്, ഇതിൻ്റെ കടം, കമ്പനികളുടെ കടങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. In members and debenture holders along with changes therein since the close of the previous financial year. ഇതെല്ലാം the details about it members and debenture holders. ഇനി കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിന് ശേഷം എന്തെങ്കിലും ഇതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം ആനുവൽ റിട്ടേണിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. Then it പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജറൽ പേഴ്സണൽ, അതിൻ്റെ ഡീറ്റെയിൽസ് പ്രൊമോട്ടേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും മാനേജറൽ പേഴ്സൺസിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസും തൊട്ട് തലേ ഫിനാൻഷ്യൽ ഇയറിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യവും ആനുവൽ റിട്ടേണിൽ മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ഓർ ക്ലാസ് ദെയർ ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ് വേരിയസ് കമ്മിറ്റീസ്. ബോർഡ് മീറ്റിങ്ങുകളുടെ ഡീറ്റെയിൽസ്, കമ്മിറ്റി മീറ്റിങ്ങുകളുടെ ഡീറ്റെയിൽസ്, അതിൽ ആരൊക്കെ അറ്റൻഡ് ചെയ്തു, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആ ആനുവൽ റിട്ടേണിൽ ഉൾപ്പെടുത്തിയിരിക്കണം. റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജറൽ പേഴ്സൺ, ഡയറക്ടേഴ്സിൻ്റെയും മാനേജറൽ പേഴ്സൺസിൻ്റെയും പ്രതിഫലം, റെമ്യൂണറേഷൻ എന്താണെന്ന് ആനുവൽ റിട്ടേണിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇനി എന്തെങ്കിലും പെനാൽറ്റി ഓർ പണിഷ്മെൻറ്റ് ഇമ്പോസ്ഡ് ഓൺ ദി കമ്പനി ഓർ ഇറ്റ്സ് ഡയറക്ടേഴ്സ്, തൊട്ട് തലേ ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിക്കോ ഡയറക്ടേഴ്സിനോ പ്രൊമോട്ടേഴ്സിനോ ഒക്കെ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കമ്പനി നിയമപ്രകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിരിക്കുക. ദെൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു സർട്ടിഫിക്കേഷൻ ഓഫ് കമ്പനീസ്, disclosures as may be prescribed. Certification of compliances, matters relating to certification of compliances, disclosures as may be prescribed. Then details as may be prescribed in respect of shares held by or on behalf of foreign institutional investors indicating their name, addresses, countries of incorporation. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആനുവൽ റിട്ടേണിൽ ഉൾപ്പെടുത്തിയിരിക്കണം. എത്ര %ആണ് വിദേശത്തുള്ള കമ്പനികളാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ ആൻഡ് സച്ച് അതർ മാറ്റേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ സാധാരണഗതിയിൽ ഒരു ആനുവൽ റിട്ടേണിൽ 2013 നിയമപ്രകാരം ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ദെൻ ടൈം ഫോർ ഫയലിംഗ് ആനുവൽ റിട്ടേൺ. ഒരു ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ടൈമിംഗ് ഏതാണ്? എല്ലാ കമ്പനികളും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ്. എ കോപ്പി ഓഫ് ദി ആനുവൽ റിട്ടേൺ ഷാൽ ബി ഫയൽഡ് വിത്ത് രജിസ്ട്രാർ by every company within 60 days from the date on which the annual general meeting is held. എല്ലാ കമ്പനികളും അതിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് നടന്നു കഴിഞ്ഞ് 60 ദിവസത്തിനകം ഒരു ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ സമക്ഷം ഒരു ആനുവൽ റിട്ടേൺ എല്ലാ കമ്പനികളും അതിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിഞ്ഞ്
60 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം. Where no annual general meeting is held in any year within 60 days from the date on which the annual general meeting should have been held. Where no annual general meeting is held in any year within 60 days from the date on which the annual general meeting should have been held, a statement specifying the reasons for not holding the annual general meeting shall also be filed along with the return if it is not held. ഇനി ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടിയിട്ടില്ല എങ്കിൽ ആ ജനറൽ മീറ്റിംഗ് എന്തുകൊണ്ടാണ് ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാത്തത്, ആ കാര്യം കൂടി ആനുവൽ റിട്ടേണിൻ്റെ ആ ഒരു കൂടെ തന്നെ നമ്മൾ കൊടുത്തിരിക്കണം. ആനുവൽ റിട്ടേണിൻ്റെ കൂടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ഉൾപ്പെടുത്തിയിരിക്കണം, എക്സ്പ്ലനേഷനും കൂടി ഉൾപ്പെടുത്തിയിരിക്കണം. എന്താ, എ സ്റ്റേറ്റ്മെൻറ്റ് സ്പെസിഫൈങ് റീസൺസ് ഫോർ നോട്ട് ഹോൾഡിംഗ് ദി ആനുവൽ ജനറൽ മീറ്റിംഗ് shall also be filed along with the return if it is not held. Along with these, the prescribed fees shall also be filed. Failure to submit the return within the specified time limit is an offence and the company shall be punishable with fine which shall not be less than 50,000 rupees but which may extend to 5 lakh rupees. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണ്. കൃത്യസമയത്ത് തന്നെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ കമ്പനിക്ക് 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള ഫൈൻ കിട്ടാവുന്നതാണ്. ഇപ്പോൾ കമ്പനി ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും കൃത്യസമയത്ത് ഒരു ആനുവൽ റിട്ടേൺ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ. കാരണം എന്താ, ഫയലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013. ഇതുപോലെ തന്നെ എവറി ഓഫീസർ ഓഫ് ദി കമ്പനി who is in default shall be punishable with imprisonment for a time which may extend to 6 months or with a fine which shall not be less than 50,000 rupees but which may extend to 5 lakh rupees or with both. ഇപ്പം കമ്പനിയുടെ എല്ലാ ഓഫീസേഴ്സിനും ഫൈൻ കൊടുക്കാനുള്ള ബാധ്യത വരും. അവർക്ക് അന്നൊരു 6 മാസം വരെ ഇംപ്രിസൺമെൻറ്റ് കിട്ടാം. അതുപോലെ തന്നെ കമ്പനിയുടെ ഓരോ ഓഫീസേഴ്സും ഇപ്പോൾ ഡീഫോൾട്ട് വരുത്തിയിരിക്കുന്ന ആനുവൽ റിട്ടേൺ കൃത്യസമയത്ത് ഫയൽ ചെയ്യുന്ന ഡീഫോൾട്ട് വരുത്തിയിരിക്കുന്ന കമ്പനിക്ക് ഫൈൻ ഉണ്ടാവാം. അത് 50,000 തൊട്ട് 5 ലക്ഷം വരെ ആവാം. അതുപോലെ തന്നെ ഡീഫോൾട്ട് വരുത്തിയിരിക്കുന്ന കമ്പനിയുടെ ഓഫീസേഴ്സിന് 50,000 തൊട്ട് 5 ലക്ഷം രൂപ വരെ ഫൈൻ കിട്ടാം. അതുപോലെ തന്നെ 6 months ഇംപ്രിസൺമെൻറ്റ് കിട്ടാവുന്നതാണ്. ദെൻ വെരിഫിക്കേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് ദി റിട്ടേൺസ്. ദി റിട്ടേൺ ഷാൽ ബി സൈൻ ബൈ എ ഡയറക്ടർ ആൻഡ് ദി കമ്പനി സെക്രട്ടറി. ഈ ആനുവൽ റിട്ടേൺ എന്താണ്, അത് കമ്പനിയുടെ ഡയറക്ടറും അതുപോലെ കമ്പനി സെക്രട്ടറിയും അത് വെരിഫൈ ചെയ്യുകയും സൈൻ ചെയ്യുകയും ചെയ്തിരിക്കണം. റിട്ടേൺ ഷാൽ ബി സൈൻ ബൈ ഡയറക്ടർ ആൻഡ് ദി കമ്പനി സെക്രട്ടറി ഓർ വേർ ദർ ഈസ് നോ കമ്പനി സെക്രട്ടറി ബൈ എ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്. കമ്പനിക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്പനി സെക്രട്ടറി ഇല്ലാത്തൊരു കമ്പനിയാണ് എങ്കിൽ എന്താണ്, കമ്പനി സെക്രട്ടറി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെക്രട്ടറിയുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. ബൈ എ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്. ഇൻ കേസ് ഓഫ് 1 person കമ്പനി ആൻഡ് സ്മോൾ കമ്പനി ദി ആനുവൽ റിട്ടേൺ ഷാൽ ബി സൈൻ ബൈ ദി കമ്പനി സെക്രട്ടറി ഓർ വേർ ദർ ഈസ് നോ കമ്പനി സെക്രട്ടറി ബൈ ദി ഡയറക്ടർ ഓഫ് ദി കമ്പനി. ഈ 1 person കമ്പനി ആണെങ്കിൽ കമ്പനി സെക്രട്ടറി ഇല്ല എങ്കിൽ ആ കമ്പനിയുടെ ഡയറക്ടർ സൈൻ ചെയ്താലും മതി. 1 person കമ്പനി ഒരു ഡയറക്ടറേ ഉള്ളൂ, അത് 1 person തന്നെയാണ്. ഒരു കമ്പനി സെക്രട്ടറിയെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ലാത്ത 1 person കമ്പനികളാണ് എങ്കിൽ ഒരു പ്രാക്ടീസിലുള്ള ഒരു കമ്പനി സെക്രട്ടറിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ആ കമ്പനി ഡയറക്ടർക്ക് അത് സൈൻ ചെയ്താലും അത് ലീഗലി വാലിഡ് ആയിരിക്കും. എ ലിസ്റ്റഡ് കമ്പനി ഓർ എ കമ്പനി ഹാവിംഗ് സച്ച് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ടേൺ ഓവർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഷാൽ ഗെറ്റ് ദി ആനുവൽ റിട്ടേൺ സർട്ടിഫൈഡ് ബൈ എ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം. ഇവിടെ എല്ലാം കമ്പനി സെക്രട്ടറിയുടെ സിഗ്നേച്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. Stating that the annual return discloses the fact correctly and adequately and that the company has complied with all the provisions of the act. For listed company ആണെങ്കിൽ അതിൻ്റെ ആനുവൽ റിട്ടേൺ സർട്ടിഫൈഡ് ബൈ എ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്. നിലവിൽ കമ്പനി സെക്രട്ടറി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കമ്പനി സെക്രട്ടറിയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സർട്ടിഫിക്കേഷനോട് കൂടി വേണം അത് ഫയൽ ചെയ്യാനായിട്ട്. ആ സർട്ടിഫിക്കേഷനിൽ എന്താ കമ്പനി സെക്രട്ടറി പറയുന്നത്, ഈ കമ്പനി എല്ലാ പ്രൊവിഷൻസും കംപ്ലൈ ചെയ്തിട്ടുണ്ട്. 2013 ആക്ടിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രൊവിഷൻസും ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ
A part of the annual return prescribed by law shall form part of the report of the board of directors. ഇപ്പോൾ ആനുവൽ റിട്ടേൺ എന്താണത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കണം. Copies of the annual return filed under section 92 shall be kept at a registered office of the company. The copies of all the returns shall be opened for inspection by any member, debenture holder, other security holder or beneficial owner during the business hours without payment of any fees, and by any other person on payment of such fees as may be prescribed. ഇപ്പം കമ്പനിയുടെ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനോ ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ സെക്യൂരിറ്റി ഹോൾഡേഴ്സിനോ ഒക്കെ എപ്പോൾ വേണമെങ്കിലും ഈ ആനുവൽ റിട്ടേണും അതിൻ്റെ റിലവൻറ്റ് ഡോക്യുമെൻസും ഇൻസ്പെക്ട് ചെയ്യാവുന്നതാണ്. മറ്റാളുകൾക്ക് ഒരു നിശ്ചിത ഫീസ് കൊടുത്ത് വേണമെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യാം. Any such member, debenture holder, other security holder or beneficial owner or any other person may take extract from any register or index or return without payment of any fee. Then requires a copy any such register or entries therein or return on payment of such fees as may be prescribed. എന്താണ് ഈ ഇതിൻ്റെയൊക്കെ കോപ്പി ആളുകൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഒരു കോപ്പി വേണമെങ്കിൽ റിക്വയർ ചെയ്യാം, കമ്പനി കൊടുക്കേണ്ടി വരാം. റിക്വയർ എ കോപ്പി ഓഫ് എനി സച്ച് രജിസ്റ്റർ or entries therein or return on payment of such fees as may be prescribed. അപ്പം മെമ്പേഴ്സിന് എപ്പോൾ വേണമെങ്കിലും ഈ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യുകയും അതിൻ്റെ കോപ്പി എടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇത് വെരിഫിക്കേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് റിട്ടേൺ, ആനുവൽ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ് ആണ്. നമ്മുടെ ഈ നമ്മുടെ 4th മോഡ്യൂളിൻ്റെ ഒരു ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോറി, 4th മോഡ്യൂൾ നമ്മൾ ഈ ഒരു ഡിസ്കഷനോടുകൂടി നമ്മുടെ 4th മോഡ്യൂൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം അടുത്തത് മോഡ്യൂൾ 5 നമ്മൾ ആരംഭിക്കും. അതിനുശേഷം ഈ മോഡ്യൂൾ 5ഓടുകൂടി ഇത് തീരുന്നതായിരിക്കും. ഓക്കെ, എനിവേ, താങ്ക്സ് ഫോർ അറ്റൻഡിങ് ദിസ് വീഡിയോ.